ഗോസ്റ്റ് വീഡിയോ എടുക്കാൻ പോയ സ്ഥലത്തു നിന്ന് പ്രേതം നമ്മുടെ കൂടെ തന്നെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും? അതുപോലെ ഒരു സംഭവമാണ് കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്കും എൻ്റെ കൂടെ വരുന്ന ഡ്രാഗനും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കാര്യത്തെക്കുറിച്ചാണ് ഈ വീഡിയോ മുഴുവനായിട്ട് ഞാൻ പറയാൻ പോകുന്നതും കാണിക്കാൻ പോകുന്നതും. വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് കാണുക. തുടങ്ങാം. ഇപ്പോൾ സൗണ്ട് ഇട്ടു, കല്ലെന്തോ ഉരുളുന്ന പോലെ സൗണ്ട് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ഈ സൗണ്ടാണ് ഞാൻ പറഞ്ഞത്. ഈ സൗണ്ടാണ് ഈ മേളിൽ നിന്ന് കേൾക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വരുത്തുപോക്കിൻ്റെ വീഡിയോ. സോ ഈ വരുത്തുപോക്കിൻ്റെ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ സൂപ്പറായിട്ട് താഴെ കമൻറ്റ് സെക്ഷനിൽ പറയുന്നുണ്ടായിരുന്നു. ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തത് 25-ാം തീയതി മെയ് ഈ ദിവസമാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തത്. എനിക്ക് അതിൻ്റെ അടുത്ത മാസമായിട്ടുള്ള ജൂൺ മാസം 18-ാം തീയതി എനിക്കൊരു വാട്സപ്പിൽ വോയിസ് റെക്കോർഡ് ഒന്ന് വരുന്നുണ്ട്. അത് അയച്ചത് നമ്മുടെ ഡ്രാഗനാണ് എനിക്ക് അയച്ചത്. അതെന്താണെന്നുള്ളത് നിങ്ങളൊന്ന് കേട്ടിട്ടോ. സൂര്യൻ അന്നേരം വിളിച്ചിട്ടുണ്ടായിരുന്നു അണ്ണാ, ഫോൺ വിളിച്ചില്ല. കാര്യം വേറെ ഒന്നുമില്ല, നമ്മൾ വരുത്തൂക്കിന് ഷൂട്ട് എടുക്കാൻ പോയില്ലായിരുന്നോ? ഷൂട്ടിന് പോയിട്ട് വന്നതിന് ശേഷം തൊട്ട് എന്തോ ഒരു ഫീലിങ്സ് ഉള്ളിൽ. വേറെ ഒന്നുമില്ല, എന്തൊക്കെയോ അനക്കങ്ങളും ബഹളങ്ങളൊക്കെ കേൾക്കുന്ന പോലെയായിട്ട്. അതെൻ്റെ തോന്നലാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇന്ന് വൈകിട്ട് ഞാൻ റൂമിലിരുന്ന് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം വല്യച്ഛ എവിടെ കണ്ട് പോകാൻ വേണ്ടി ഇറങ്ങി ഫ്രണ്ടിൽ വന്നിട്ട് നോക്കിയിട്ട് വലിയച്ഛൻ പോയി. വലിയച്ഛൻ പോയിട്ട് വന്നിട്ട് ഇതേപോലെ എൻ്റെ അടുത്ത് ചോദിച്ച്, എടാ നിൻ്റെ കൂട്ടുകാരൻ പോയാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കൂട്ടുകാരനും ഇല്ലെന്നില്ല, ഞാൻ ഒറ്റയ്ക്കല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് ഇല്ലടാ നിൻ്റെ റൂമിൽ നിൻ്റെ കൂടെ കസേര ഇരുന്ന് ആരും ചോദിച്ചു. പറഞ്ഞില്ല, ഞാൻ ഒറ്റയ്ക്കുള്ളായിരുന്നു. വലിയച്ഛൻ ഇല്ലടാ ഒരാളെ കണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ കണ്ടില്ല. പക്ഷേ എന്താണെന്ന് എനിക്കറിയത്തില്ല. വലിയച്ഛനും കൂടെ പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഇത് എൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ. ഇനിയിപ്പം നമ്മൾ പോയിട്ട് വന്നതിൻ്റെ അതാണോ എനിക്കറിയത്തില്ല. അതുമാത്രമല്ല, ഇപ്പം ഇപ്പോൾ വീണ്ടും ഞാൻ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഗെയിം കളിച്ചിരുന്നപ്പോൾ വീണ്ടും സൗണ്ട് കേട്ടപ്പോൾ എനിക്ക് എന്തൊക്കെയോ തോന്നുന്ന, എനിക്ക് വല്ലാത്തൊരു ഫീലിങ്സ്. എനിക്ക് എന്ത് പറയണമെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ അത് അണ്ണൻ്റെ അടുത്ത് മെസ്സേജ് ഇട്ട് വിളിച്ച് കാര്യം പറയാൻ വേണ്ടി വിളിച്ചപ്പോൾ അണ്ണൻ ഫോൺ എടുത്തില്ല. സോ ഓക്കെ, ഇപ്പം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം വോയിസ് റെക്കോർഡ്. ഡ്രാഗൻ്റെ വീട്ടിൽ ചില പല ആക്ടിവിറ്റീസും കാര്യങ്ങളും വീട്ടിൽ നടക്കുന്നതായിട്ട് ഡ്രാഗൻ പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഡ്രാഗൻ എനിക്ക് വോയിസ് റെക്കോർഡ് അയക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ തന്നെ എൻ്റെ വീട്ടിലും ഇതേ പ്രശ്നം സ്റ്റാർട്ടായിട്ടുണ്ട്. ഇത് ഞാൻ ഡ്രാഗനോട് പറഞ്ഞിട്ടില്ല. കാരണം ഞാൻ ഈ കാര്യം പറഞ്ഞിട്ട് ഡ്രാഗന് എന്തെങ്കിലും ഒരു പേടിയോ കാര്യങ്ങളൊക്കെ തോന്നുന്നു വിചാരിച്ചിട്ട് ഞാൻ ആ കാര്യം പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ പറയാതെ തന്നെ ഡ്രാഗൻ ഇങ്ങോട്ട് എനിക്ക് വന്നിട്ട് ആ വോയിസ് റെക്കോർഡ് അയക്കുമായിരുന്നു. അതിന് മുന്നേ കോൾ ചെയ്ത് നോക്കി, ഞാൻ അറ്റൻഡ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് വന്നിട്ട് അന്ന് രാത്രിയിലാണ് ആ മെസ്സേജ് വന്നത്. അത് രാത്രിയിലെങ്ങാണ്ട് വന്ന മെസ്സേജ്, 1 മണി ആ ടൈമിലെങ്ങാണ്ട് ആ മെസ്സേജ് വന്നത്. നിങ്ങൾ ആ സ്ക്രീൻഷോട്ട് കണ്ടുമാണ് ചാറ്റിൻ്റെ. സോ ഇപ്പോൾ എൻ്റെ വീട്ടിലും ഇതിന് സമാനമായിട്ടുള്ള ചില കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. എൻ്റെ വീടിന് ചുറ്റും വന്നിട്ട് ചില സമയത്ത് ചില പല സൗണ്ടുകളും കാര്യങ്ങളൊക്കെ കേൾക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ആയിട്ടുണ്ട്. സോ അതിൽ ഞാനൊരു ഫോട്ടോയും എടുത്തിട്ടുണ്ട്. അത് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഈ ഫോട്ടോ ഞാൻ എടുത്തത് എൻ്റെ വീടിൻ്റെ ടെറസിൽ ഞാൻ നിൽക്കുന്ന സമയത്ത് എന്തോ ഒരു സൗണ്ട്, നമുക്ക് നമ്മുടെ വീടിൻ്റെ ചുറ്റും കേൾക്കുന്ന സൗണ്ടുകൾ സ്ഥിരം എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊരു ഇതുണ്ട്, നമ്മുടെ മൈൻഡിൽ വന്നിട്ട് അത് സ്റ്റോർ ആക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ബ്രെയിന്. അത് കൂടാതെ എക്സ്ട്രാ ചില സൗണ്ടുകളും കാര്യങ്ങളും വീടായിട്ട് ചില സൗണ്ട് കേൾക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മൾ അലേർട്ടാകും. അങ്ങനെ ഞാൻ വന്നിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് ഈ സമയത്താണ് എന്തോ ഒരു ഫീൽ എനിക്ക്. ഞങ്ങളുടെ വീടിൻ്റെ ബാക്ക് സൈഡൊക്കെ രാത്രിയായി കഴിഞ്ഞാൽ ഫുൾ ഇരുട്ടാണ്, കാരണം ബാക്ക് സൈഡ് മൊത്തം കണ്ടമാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വന്നിട്ട് ഒരു സൈലൻ്റ് ആയിട്ടുള്ളതും ഫുൾ ഡാർക്ക് ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിരിക്കും ആ വീടിൻ്റെ ബാക്ക് സൈഡ്. അപ്പം ഞാൻ ടെറസിൽ മണ്ടയിൽ നിൽക്കുമ്പോൾ എനിക്ക് ബാക്ക് സൈഡ് ഫുള്ള് കാണാൻ പറ്റും. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ സൗണ്ടും കാര്യങ്ങളൊക്കെ കേട്ടോണ്ടിരുന്നത്. ആ സമയത്ത് ശരി വീഡിയോ ഫോട്ടോ എടുത്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഫോട്ടോ എടുത്ത് ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒന്നും കണ്ടില്ല. പെട്ടെന്ന് ഞാൻ എൻ്റെ ഫേസിലോട്ട് ക്യാമറ തിരിച്ചിട്ട് ഡിസ്പ്ലേയിൽ ലൈറ്റ് ഒന്ന് എൻ്റെ ഫേസിലോട്ട് അടിക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് കൊള്ളാമെന്ന് വിചാരിച്ചിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി വരുമ്പോഴാണ് എനിക്കൊരു ഫീൽ എന്തോ ബാക്ക് സൈഡ് ഉള്ളതായിട്ട്. അപ്പോഴാണ് ഞാൻ ഈ ഫോട്ടോ എടുത്തേക്കുന്നത്. ഞാൻ നിൽക്കുന്ന എൻ്റെ ബാക്ക് സൈഡിൽ ഫുൾ ഇരുട്ടെന്ന് പറഞ്ഞില്ല ഓരോ സ്ഥലം, അവിടെ വന്നിട്ട് ഒരു തീയുടെ വെളിച്ചം, അതായത് പ്രോപ്പർ തീയല്ല, ആ തീ എത്തുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ലൈറ്റ് വരത്തില്ലേ, ഒരു ഓറഞ്ച് ഒരു യെല്ലോ ഷെയ്ഡ് ലൈറ്റ് വരത്തില്ലേ, ഒരു വെളിച്ചം, അത് മാത്രം എനിക്ക് സൈഡിൽ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. അതാണ് നിങ്ങൾ ആ ഫോട്ടോയിൽ കണ്ടത്. അപ്പോൾ ഡ്രാഗൻ എനിക്ക് ആദ്യമേ ഈ വോയിസ് റെക്കോർഡ് അയച്ചപ്പോൾ തന്നെ ഞാൻ അവനെ നെക്സ്റ്റ് ഡേ വന്നിട്ട് കോൾ ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതുപോലൊരു സംഭവം ഇനിയും നടക്കുകയാണെങ്കിൽ വീഡിയോ റെക്കോർഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ അതുപോലെ തന്നെ
കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അതേപോലെ ഒരു സംഭവം അവൻ്റെ വീട്ടിൽ നടക്കുന്നുണ്ടായിരുന്നു. അവൻ അന്ന് നൈറ്റ് റെക്കോർഡ് ചെയ്ത വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഹലോ, 3 ദിവസം കൊണ്ട് ഉറക്കങ്ങളൊന്നുമില്ല. എന്തൊക്കെയോ വീട്ടിലെന്തൊക്കെയോ കുഴപ്പങ്ങളാണെന്ന് തോന്നുന്നു. എന്തൊക്കെയോ സൗണ്ടുകളൊക്കെ ആരൊക്കെ ഉള്ളതിലൊക്കെ തോന്നുന്നുണ്ട്. ഞാൻ ഓൾറെഡി സൂര്യനെ വിളിച്ച് കാര്യം പറയുമ്പോൾ സൂര്യനെണ്ണം പറഞ്ഞെന്ന് പറയുമ്പോൾ ഇനി എന്തെങ്കിലും സൗണ്ടൊക്കെ ഇതേപോലെ കാര്യങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞു. അതാണ് വീഡിയോ ആയിട്ട് വന്നത്. എന്തെനിക്ക് അറിഞ്ഞൂടാ. ഇപ്പോൾ ചെറിയൊരു സൗണ്ട് വെളിയിൽ നിന്ന് കേട്ട് അതാണ് ഞാൻ എണീച്ചത്. ഇപ്പോൾ സമയം 2:45 ഇത് സൗണ്ട് വെളിയിൽ കിട്ടണേ ഇപ്പോൾ എണീച്ചത്. ഞാൻ എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. എണ്ണം പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉടനെ വീഡിയോ റെക്കോർഡ് ചെയ്തോളാൻ പറഞ്ഞ്. എനിക്കറിയത്തില്ല, വെളിയിൽ നിന്നാണ് സൗണ്ട് കേട്ടത്. വെളിയിൽ എന്തോ സൗണ്ട് ഇട്ടുണ്ട് ഇറങ്ങിയത്. ഇതിൽ ബാക്ക് സൈഡിൽ എന്തോ സൗണ്ട് കേട്ടിന്. നല്ല പേടിയുണ്ട്. പിന്നെ കൊണ്ട് വീട്ടിൽ ഇതൊക്കെ തന്നെ സംഭവങ്ങൾ എപ്പോഴും ഇല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ തന്നെ സൗണ്ടുകൾ. ഇപ്പോൾ എന്തോ സൗണ്ട് ഇവിടെ കേട്ട് അതാണ് ഞാൻ ഇറങ്ങിയത്. ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ ഇപ്പോൾ കിട്ടിക്കാണും. യെസ്, എൻ്റെ വീട്ടിലും ഡ്രാഗൻ്റെ വീട്ടിലും എന്തോ ഒരു സംഭവം വന്നിട്ടുണ്ട്. അത് ഞങ്ങൾ വീഡിയോ എടുക്കാൻ പോയ സ്ഥലത്തുനിന്ന് വന്നതാണോ ഒരു ഐഡിയ ഇല്ല. എന്നിരുന്നാലും ഇന്ന് രാത്രിയിൽ ഞങ്ങൾ എൻ്റെ വീട് ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഡ്രാഗനോട് ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. ഡ്രാഗൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ആ വീഡിയോ എടുക്കാൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. എന്താവും ഒരു ഐഡിയ ഇല്ല. കാരണം നമ്മൾ വേറൊരു സ്ഥലത്ത് വീഡിയോ ഷൂട്ടിന് പോകുന്ന പോലെ അല്ല. നമ്മുടെ സ്വന്തം വീട്ടിൽ തന്നെ നമ്മൾ ഇങ്ങനൊരു ആക്ടിവിറ്റീസ് നടക്കുമ്പോൾ അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പോലും ചില സമയത്ത് നമുക്ക് പിടികിട്ടത്തില്ല. എന്നിരുന്നാലും ഇത് വെറുതെ വിടാൻ പറ്റത്തില്ല. സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ ബാക്കി രാത്രിയിലത്തെ വ്ലോഗിൽ കാണാം. വെൽക്കം ടു ഡെയറിങ് സൂര്യ. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡ്രാഗൺ വീട്ടിൽ വന്നിട്ടുണ്ട്. സോ ഇത് തമാശയുടെ സമയമല്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര സീരിയസ് ആണ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കുറച്ചുകൂടി കാര്യങ്ങൾ പറയാം. ഓക്കെ, ക്യാമറ എടുക്കണം. ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറച്ച് ദിവസങ്ങളായിട്ട് തന്നെ അതിപ്പോൾ എൻ്റെ മുഖത്ത് നിങ്ങൾക്കത് ഫീൽ ആവുമോ ഇല്ലെന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ കുറച്ച് ഫുട്ടേജും കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങളെ കാണിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ വീട്ടിൽ മാത്രമല്ല, ഡ്രാഗൻ്റെ വീട്ടിലും വേറെ ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. ഡ്രാഗനെ കാണിക്കാൻ, ഡ്രാഗൻ തന്നെ കാര്യങ്ങളൊക്കെ പറയും. ഇപ്പം ഞാൻ ഈ നിൽക്കുന്ന വീട്ടിൽ തന്നെയാണ് ഈ ഒരു ഇഷ്യൂ ഉള്ളത്. ഇതിലും വലിയൊരു സീനുണ്ട് ഈ ഒരു ഏരിയയിൽ. അത് ഞാൻ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പറയാം. അതുകൊണ്ട് ഡ്രാഗനെ കാണിച്ചിട്ട് നമുക്ക് വീഡിയോ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കിവിടെ കൂടുതലായിട്ടൊന്നും പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഈ വീഡിയോയിൽ. കാരണം പറഞ്ഞൊക്കെ തന്നെ ധാരാളമായി എന്നുള്ള സിറ്റുവേഷനാണ് ഇപ്പോൾ ഞാനും അവനും നിൽക്കുന്നത് തന്നെ. പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഞാനെ കാണിക്കട്ടെ. എൻ്റെ വീട്ടിലെ പട്ടിക്ക് എന്തോ ഒരു ഇതുകൊണ്ട് എന്തോ അസ്വസ്ഥ പോലെ. അതായത് ഈ ഇട സമയത്തുകളൊക്കെ ഈ ഒറ്റ, അതായത് പട്ടികൾ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ കണ്ടു കഴിക്കും അടുത്ത് വരുന്നത്. അതേപോലെ ഒറ്റയ്ക്ക് നിന്നിട്ടൊക്കെ അങ്ങോട്ട് പോയിട്ട് എന്തിൻ്റെ കൂടെ കളിക്കും. അതായത്
ഒരു കണ്ടിട്ട് മുറിവുന്ന ടൈപ്പ് ഉണ്ട്. അതായത് അവിടെ ആരും കാണത്തില്ല, പക്ഷേ സൗണ്ട് എന്താ ഉണ്ടാക്കുന്നത് അത് തന്നെ കുരയ്ക്കലും കാര്യങ്ങളും, അതായത് ഒരുമാതിരിയുള്ള പ്രവർത്തികളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അല്ലാതെ തന്നെ വീട്ടിൽ ഞാൻ വീഡിയോ അണ്ണ അയച്ചു തന്നില്ലേ, കാരണം മൂന്നാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ടും ബഹളങ്ങളും ആണെങ്കിൽ പോട്ടെ. കാരണം ഞാൻ എനിക്കറിയാം, അന്നറിയാലോ ഞാൻ ഗെയിം കളിക്കുന്നത്. ഞാൻ ഒറ്റയ്ക്ക് ഗെയിം കളിച്ച സമയത്ത് ഞാൻ അതിനകത്ത് പറഞ്ഞില്ലേ മറ്റേ കാര്യം, വലിയ ഇതേപോലെ കണ്ടായിരിക്കും അവർ കണ്ട്. പക്ഷെ ഞാൻ ആ റൂമിൽ ഇരുന്നിട്ട് പ്രത്യേകിച്ച് ഫീൽ ആയതോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ അത് അവിടെ ഇരിക്കുന്നത് അങ്ങനെ കണ്ടെന്നല്ല, വിളിച്ചത് കണ്ടെന്നല്ല വൃത്തിക്ക് പറഞ്ഞു. ആ ഒരു ഇതാണ് ഇൻസിഡൻറ്റ് കഴിഞ്ഞപ്പോൾ നല്ല വൃത്തിക്ക് എനിക്ക് പേടി. അതാണ് ഞാൻ അണ്ണടുത്ത് അപ്പോഴേ വിളിച്ച് പറഞ്ഞത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുപാട്, അതായത് നമ്മൾ ഹൊററായിട്ട് പോകുന്നുണ്ട്. ഇത് നമുക്കൊരു ബുദ്ധിമുട്ടല്ല. ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ഇതൊന്ന് ഒഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ അത്ര നല്ലത്. ഉറങ്ങാൻ പോലും പറ്റാത്ത എന്താ സൗണ്ട് കേട്ടു? പിന്നെ അവിടെ ഇപ്പോൾ സൗണ്ട് കേട്ടു, കല്ലെന്തോ ഉരുളുന്ന പോലെ സൗണ്ട് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ സൗണ്ടാണ് ഞാൻ പറഞ്ഞത്. ഈ സൗണ്ടാടാ ഈ മേളിൽ നിന്ന് കേൾക്കുന്നത്. ഗൈസ്, ഞാൻ ഈ സൗണ്ടിൻ്റെ കാര്യമാണ് പറഞ്ഞ വീഡിയോക്കകത്ത്. കണ്ടുപോയിക്കേ, എല്ലാവരും ആൾമോസ്റ്റ് കിടന്ന് ഉറങ്ങി. സമയം 12 ആകാറായി. ടെറസ് ഇത് ഞങ്ങളുടെ വീടിൻ്റെ, ഇവിടുന്ന് ആ സൗണ്ട് കേൾക്കുന്നത് രാത്രി ആകുമ്പോഴത്തേക്ക്. ഞാൻ അതാ നിങ്ങളുടെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയുന്ന കാര്യം. ഇതാടാ ഞാൻ പറഞ്ഞേ, ഈ സൗണ്ടാണ് ഞാൻ പറഞ്ഞത്. നോക്കി ആരുമില്ല, ആൾമോസ്റ്റ് എല്ലാവരും കിടന്നുറങ്ങിയിട്ടുണ്ട്. പക്ഷേ ടെറസിൽ നിന്ന് സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു കല്ല് കിടന്ന് ഉരുണ്ട് പോകുന്ന സൗണ്ട് കേട്ടോ. അത് ഇങ്ങനെ ഞാൻ ഇതിന് തൊട്ട് താഴെയാണ് കിടക്കുന്നത്. എൻ്റെ അവിടെ ഒരു വെന്റിലേറ്റർ ഉണ്ടോ, അവിടെയാണ്, അത് താഴെ റൂമുണ്ട്, അവിടെയാണ് ഞാൻ കിടക്കുന്നത്. നമുക്കേ മണ്ടക്കെട്ട് പോടാം. നോക്കിയോ കേട്ടോ. ഒരു കാര്യം പറയാം, പേടിച്ചൊന്നും അലറല്ല കേട്ടോ, കാരണം ചുറ്റും മൊത്തം വീടാണ് കേട്ടോ. അതുകൊണ്ട് അവർക്കൊരു ബുദ്ധിമുട്ടല്ല. അവർ ആൾറെഡി കുറച്ച് പ്രോബ്ലം ഉണ്ട് ഇവിടെ. ഞാൻ പറയാം നിന്നോടത്. എനിക്ക് എത്രയും പെട്ടെന്ന് പോകണം. കാരണം വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ അങ്ങനെ അറിയില്ല, വീട്ടിൽ തന്നെ ഞാൻ ഒരു ഷൂട്ട് പറഞ്ഞാൽ തന്നെ അവർക്ക് ഇഷ്ടമല്ലാത്തതായിരുന്നു. അപ്പോൾ ഈ ഒരു സംഭവങ്ങൾ നടക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. പറഞ്ഞല്ലേ മുന്നോട്ട് പോവാം. അപ്പോൾ ഞാൻ ബാഗ് എടുത്തോട്ടോ, ബാഗ് എടുത്തോ. പിടിച്ചോടാ. പട്ടിയാണെന്നല്ല നോക്കിയേ, പട്ടി ഒന്നും ഇല്ല. പട്ടി കയറുന്ന അല്ലടാ, പട്ടി കയറണ്ട. അടുത്ത് ഗേറ്റ് ഉണ്ടല്ലോ, കയറാറുണ്ട് പട്ടി. പക്ഷെ ഇപ്പം സൗണ്ട് കേട്ടത് പട്ടി ഇല്ല ഇവിടെ. ഞാൻ അതാ പറഞ്ഞേ, ഇവിടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. എനിക്ക് എങ്ങനെ ഇത് സൗണ്ടുകൾ മാത്രമാണ് ഇവിടെ, വേറെ അണ്ണ ഒന്നും കണ്ടത് കേട്ടതൊന്നുമില്ല. ഇവിടെ ഒന്നും കണ്ടിട്ടൊന്നും ഇല്ലെന്ന്. അതായത് ഞാൻ കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞില്ല, ഫോട്ടോ ഇങ്ങനെ കഴിച്ചില്ലായിരുന്നു. മറ്റേ ടിവിയുടെ കാണാൻ പറ്റും, ടിവിയുടെ ഫോട്ടോ എടുത്തപ്പോൾ. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ സ്വന്തം വീട്ടിൽ തന്നെ ഇങ്ങനെ സംഭവിക്കുമ്പോഴത്തേക്ക് നമ്മളത് വല്ലാണ്ട് അത് മാത്രമല്ല, നമ്മൾ മാത്രമാണെങ്കിൽ കുഴപ്പമില്ല, വീട്ടുകാരും ഓൾറെഡി. ഒരു സൗണ്ട് കേട്ടോ, കേട്ട് വേറെ വല്ല കാവല്ല മരം വല്ല ഉണ്ടോ? മരമൊക്കെ ഉണ്ടടാ. കാവല്ല വീണ് കാവായിട്ടൊന്നുമില്ല. അതല്ലണ മറ്റേ കൊച്ചിങ്ങക്ക കാക്ക പുളിയുണ്ട്, പക്ഷെ അതല്ല, അത് ഇവിടെ വീഴത്തുള്ളൂ. സത്യം പറഞ്ഞാൽ നമ്മളുടെ മാത്രമാണ് ഇൻവോൾവ് ആണ്. നമ്മൾ ഇൻവോൾവ് ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഫാമിലി കൂടെ ഉള്ളപ്പോൾ വീട്ടുകാർ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ വേറെ സംഭവം പറയാം. ഇങ്ങോട്ട് എങ്ങനെയാണ് ഗായ്സ്, ഞാൻ വേറൊരു സംഭവം കൂടെ പറയാം. ഇവിടെ വന്നിട്ട് ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ ചുറ്റും മൊത്തം വീടാണ്. ആക്ച്വലി വന്നിട്ട് ഇതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ മാത്രമല്ല ബാധിക്കുന്നത്, അയലത്തുകാരെയും ബാധിക്കും, അടുത്തുള്ള വീട്ടുകാർക്ക് അത് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മാക്സിമം, ഞാൻ വന്നിട്ട് ഒരുവിധം മാക്സിമം എന്താ പറയുക, ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ വീട്ടിലോട്ട് അടുപ്പിക്കാത്തന്നല്ല, അങ്ങനെ സംഭവിക്കരുത്. ആരും അങ്ങനെ വരണം എന്ന് ആരും പ്രാർത്ഥിക്കത്തില്ലല്ലോ. ബട്ട് ഞാൻ കുറച്ചും കൂടി ഇതായിട്ട് നിൽക്കും. കാരണം നമ്മുടെ അടുത്തൊക്കെ ഇത്രയും വീടുള്ളതുകൊണ്ട് തന്നെ എന്നിട്ടും കുറേ പ്രശ്നങ്ങളുണ്ട് ഇവിടെ. ഞാൻ അത് ചിലതൊന്നും എനിക്ക് വീടുകളിൽ പറയാൻ പറ്റത്തില്ല.
ഈ അടുത്തുള്ള ചില ഇത് പ്രോബ്ലംസ് ഉണ്ട്, സംതിങ് നെഗറ്റീവ് എനർജി വെച്ച് തന്നെ അതെനിക്കിത് അത് തന്നെ ആണോ വേറെന്തെങ്കിലും ഇഷ്യൂ ആണോ എന്നുള്ളത് എനിക്കറിയത്തില്ല. കുറേ പ്രോബ്ലംസ് ഉണ്ട്. അത് ഞാൻ പറയുന്നത്, നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ഈ കണ്ടൻറ്റ്. സോ വീഡിയോ കാണുന്ന മാക്സിമം എല്ലാവരും തന്നെ വീഡിയോ നിങ്ങൾക്ക് അറിയുന്ന എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് സെക്ഷനിൽ പറയുക. വണ്ടി കിട്ടിയാണോ വണ്ടി അതിൻ്റെ വാച്ചുണ്ടോ? ചാർജ് കയറുന്നു. നിൻ്റെ ഫോൺ എടുത്തേ, സമയം നോക്കട്ടെ. ആൾമോസ്റ്റ് 11:46 ആയിട്ടുണ്ട്. 12 മണി ഇപ്പോൾ ആകും. നമുക്ക് വന്നിട്ട് ജസ്റ്റ് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കാം. എന്നാ ഇത് എന്തൊരു ഒരു ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നല്ല എനർജി ആണോ കെട്ട എനർജി ആണോ അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് ഇത് വന്നതെന്ന് പോലും എനിക്കറിയത്തില്ല. ഇത് എവിടുന്ന് കൂടിയതാണെന്നുള്ളത്. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ടെന്നാ, വരുത്തുപോക്കിൻ്റെ വീഡിയോ എടുക്കുന്നതിന് ശേഷമാണ് കൂടിയിട്ടുള്ളത്. അതിന് ശേഷമാണ് ഇത് ബുദ്ധിമുട്ടുകളുണ്ടാവണം. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കാം. ഞങ്ങളിപ്പോൾ ഈ ഒരു സ്ഥലത്ത് നിൽക്കുക, എൻ്റെ കൂടെ ഒരു ആളും കൂടെ ഉണ്ട്. ഞാൻ ചോദിക്കുന്ന വേറൊന്നുമല്ല, ഞങ്ങളുടെ വീടിനകത്തോ വീടിൻ്റെ ചുറ്റിനും അല്ലെങ്കിൽ അവൻ്റെ ഉണ്ടാകുന്ന അതേ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഞങ്ങൾ വീഡിയോ എടുക്കാൻ പോയ സമയത്ത് ഞങ്ങളുടെ കൂടെ കൂടിയ എന്തെങ്കിലും ഒരു നെഗറ്റീവ് എനർജി ആണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആത്മാവ് ഞങ്ങളുടെ കൂടെ കൂടിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ശരിക്കും ഉണ്ടെങ്കിൽ ഇപ്പം എന്തെങ്കിലും ഒരു സൗണ്ട് നിങ്ങൾക്ക് കേൾപ്പിക്കാൻ പറ്റുമോ? അങ്ങനെ പറഞ്ഞ ടൈമിൽ പട്ടി കുറച്ചെണ്ണ ദൂരെയാടാ പട്ടി ദൂരെ. അല്ല, ആ ഒരു ടൈമിങ്ങിലാണ് പട്ടി കുറച്ച്. അത് ദൂരെ വിട്ടേക്ക്. ഞങ്ങളുടെ അടുത്തായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സൗണ്ട് നിങ്ങൾക്ക് കേൾപ്പിക്കാൻ പറ്റുമോ? ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് ദിവസങ്ങളായിട്ട് ബുദ്ധിമുട്ടുണ്ട്, എൻ്റെ അവൻ്റെ വീട്ടിലായിട്ട്. ഏതെങ്കിലും തരത്തിലുള്ള ആത്മാവ് ഞങ്ങളുടെ കൂടെ കൂടിയിട്ടുണ്ട്, അത് കാരണമാണ് ഈ ബുദ്ധിമുട്ടൊക്കെ എങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സൗണ്ട് കേൾപ്പിക്കാമോ? പല്ലിയുടെ സൗണ്ട് കേട്ടോ? പല്ലി അലിച്ചല്ലേ? പല്ലിയുടെ സൗണ്ട് കേട്ടോ?